ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ. ഏട്ടൻ്റെ അമ്മമ്മേൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങളൊക്കെ മുത്തശ്ശി എന്നാണ് പറയുക. പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ മുത്തശ്ശീനെ. അപ്പോൾ മുത്തശ്ശീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരാഴ്ചയായി എഡിറ്റിങ്ങിനും കാര്യത്തിനൊക്കെ കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് കുറച്ച് ഇതായിപ്പോയി. അപ്പോൾ കേക്ക് ഞാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കുന്നതും അതൊന്നും എടുത്തിട്ടില്ല, കാരണം പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാ സ്ക്വയർ കേക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് സാധാരണ ഞാൻ ബേക്ക് ചെയ്യണ പോലെ തന്നെ കേട്ടോ. ഒരു പാത്രത്തിൽ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് കഴുകി വെച്ചു കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീം എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ഫിയോണേൻ്റെ ക്രീമാണ് എടുക്കൽ. അപ്പം അടിയിൽ കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അന്നന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തിങ്കളാഴ്ച ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. തിങ്കളാഴ്ച രാത്രിക്കത്തേനാണ്. അപ്പോൾ ഞാൻ തലേന്നൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നാണ് പിന്നെ അതേപോലെ കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യൽ തുടങ്ങിയത് കേട്ടോ. അമ്മമ്മ ഇവിടെ ആയിരുന്നു, നമ്മളെ വീട്ടിലായിരുന്നു. പിന്നെയാണ് തറവാട്ടിക്ക് പോയത് കേട്ടോ. തിങ്കളാഴ്ച രാവിലെയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു പിന്നെ പോവണ്ടെന്നൊക്കെ, പക്ഷേ അമ്മമ്മയ്ക്ക് അന്ന് രാത്രി അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഞാനൊന്നുകൂടെ വീതി കൂട്ടാൻ വിചാരിച്ചിരുന്നു കേട്ടോ, പക്ഷേ എൻ്റെ അടുത്ത് ബോർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലെ തന്നെ 3 ലെയറായിട്ട് തന്നെ സെറ്റാക്കിട്ടോ. അപ്പോൾ ഇതാ ഞാൻ തിങ്കളാഴ്ച വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മമ്മേൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ കുക്കറും കൊണ്ടാണ് കേട്ടോ പോകണത്. ഫുഡ് ഉണ്ടാക്കാൻ ബിരിയാണിയാണ് വയ്ക്കുന്നത്. അപ്പോൾ 2 കുക്കറിലായിട്ട് അടിച്ചിട്ട് അങ്ങനെ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഞാനും ശ്രീലും കണ്ണനും കൂടിയാണ് ആദ്യം പോകുന്നത്. ലച്ചുമോൾ പോന്നിട്ടില്ല, അവൾ മേൽ കഴുകലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനും മേൽ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ചൂടത്തേക്ക് പണിയെടുക്കാനല്ലേ പോണത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒക്കെ റെഡിയായിട്ട് മേൽ കഴുകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ അവിടെ എത്തി കുറച്ച് സമയമായിട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കണത്. പിന്നെ സവാള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത്. അപ്പോൾ ബിരിയാണിയാണ് വെക്കുന്നത്. പിന്നെ കുക്കറിൽ ചോറ് രേഷ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുക്കറിൽ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന കുക്കറിൽ ഒന്നുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ കുക്കർ ബിരിയാണി ആക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടോ. ചിക്കൻ സെപ്പറേറ്റ് വെച്ചിട്ട് ചോറ് അതിൻ്റെ മുകളിൽ ദമ്മിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ശ്രീലിമോൾ എന്തൊക്കെയോ തിരയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതാ ഉള്ളി നന്നാക്കി വാട്ടിയെടുക്കണത്. പിന്നെ ഇങ്ങനത്തെ അടുപ്പും കൂടി ആയതുകൊണ്ട് വാടി കിട്ടാൻ ഭയങ്കര പണിയാണ്. പുറത്ത് അടുപ്പ് വെച്ചില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് മഴ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ മഴേനെ പേടിച്ച് ഞങ്ങൾ പുറത്ത് വെച്ചിട്ടില്ല. പിന്നെ അതാ കൂട്ടൊക്കെ റെഡിയാക്കി ഇട്ടിട്ട് ചിക്കനും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോഴത്തേനും ഇതാ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ലച്ചുമോളും അമ്മയും അപ്പുറത്തുനിന്ന് രഞ്ജുവും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വന്നപ്പോൾ കുറച്ച് വത്തക്ക കൊടുന്നു. അപ്പോൾ അത് വെള്ളം കലക്കാൻ പറഞ്ഞുകൊണ്ട് വെള്ളം കലക്കാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. ആരുമില്ല കേട്ടോ, കുറേ ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ അമ്മമ്മേൻ്റെ പേരക്കുട്ടികളും മക്കളും തന്നെയുള്ളൂ, വേറെ ആരുമില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മോള് വന്നിട്ടില്ല. സത്യമ്മ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ സത്യമ്മ രാവിലെ വന്ന് പോയിട്ടോ. അപ്പോൾ അതാ അമ്മമ്മേനെ ഒരുക്കണ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കാൻ പറഞ്ഞിട്ട്, അപ്പോഴത്തേനും ഇതാ തേത്തി ഇവിടെ അടുക്കളയിൽ പിന്നെ ചിക്കനും ചോറൊക്കെ ഏത് പാത്രത്തിലാണ് വിളമ്പുക എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നോക്കിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ പോരേന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുന്നു കേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലൊക്കെ മതി, നിങ്ങൾ ഇങ്ങോട്ട് പോരി, അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോരി, നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വലിയ പരിപാടിയൊന്നുമല്ല, ആരും ഇല്ല കേട്ടോ. അപ്പോൾ അതാ ജസ്റ്റ് ഒരു ഡെക്കറേഷനൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാണ്. ചേച്ചീൻ്റെ അവിടെ നിന്ന് പിന്നെ ചേച്ചി മാത്രമേ പോന്നിട്ടുള്ളൂ കേട്ടോ. മക്കളൊന്നും പോന്നിട്ടില്ല, എക്സാം അല്ലേ. അപ്പോൾ പിന്നെ അവർ പോന്നിട്ടില്ല, ഏട്ടനും പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടനും ചേച്ചിയും കൂടെ ഒപ്പം പോരാന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓരോ നാട്ടിലൊക്കെ അകമ്പാടത്താണ്. അപ്പോൾ അകമ്പാടത്ത് കൂടെയൊക്കെ പന്നികളും മാനയൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി ടൈമിൽ പോകുമ്പോൾ ഇപ്പോൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലോ ബൈക്ക് തട്ടിയിട്ടു എന്നൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ വേണ്ട വിചാരിച്ചിട്ട് പിറ്റേന്ന് രാവിലെ പോകാറുണ്ടേ. അങ്ങനെ ഏട്ടൻ പോന്നിട്ടില്ല, മക്കളും പോന്നിട്ടില്ല കേട്ടോ. ചേച്ചി മാത്രമേ പോന്നിട്ടുള്ളൂ. ചേച്ചിക്ക് പിന്നെ രാവിലെ അങ്ങോട്ട് പ്രസ്സിക്ക് പോയാൽ മതിയല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ അതാ അമ്മമ്മ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും ഒപ്പം നിൽക്കുകയാണ്. സത്യമ്മേൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. സത്യമ്മ പിന്നെ അമ്പലത്തിൽ പോകായതുകൊണ്ട്
ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആദ്യം ഒന്ന് മുത്തശ്ശീനെ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതാണ്. മുത്തശ്ശീൻ്റെ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ബർത്ത്ഡേ ഒക്കെ കഴിക്കുന്നത്. ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അമ്മമ്മ. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ അമ്മമ്മ എല്ലാവർക്കും കൊടുത്തു, അമ്മമ്മയ്ക്ക് എല്ലാവരും കൊടുത്തു, കുട്ടികളും എല്ലാവരും കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ബിരിയാണി പൊട്ടിക്കണ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയാണ്ട് ബിരിയാണി സെപ്പറേറ്റ് ആക്കുകയൊക്കെ ചെയ്തിരുന്നു, പക്ഷേ അത് എടുക്കാൻ വിട്ടുപോയി. അപ്പം മുത്തശ്ശിക്ക് തീരെ വയ്യ കേട്ടോ, കൈ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൈയിന് ഭയങ്കര വേദനയാണെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ നാളെ അതായത് ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാവരും. അപ്പോൾ ഒരു സന്തോഷം, നമ്മളുണ്ടാക്കിയത് കഴിച്ചിട്ട് എല്ലാവരും ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അതാ ഷിജിയേട്ടൻ കേക്ക് കട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഷിജിയേട്ടനായപ്പോൾ മക്കളങ്ങനെ എടുത്തുണ്ടാവുമായിരുന്നു. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ഈ കട്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി പൊട്ടിച്ച വീഡിയോയോ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, വിട്ടുപോയി. പിന്നെ ഇതാ കുട്ടികൾക്കും മുത്തശ്ശിക്കും ആദ്യം കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കണത്. അപ്പോൾ പകലൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, എല്ലാവരും സ്കൂളിൽ പോകുന്നവരും പിന്നെ അതേപോലെ തന്നെ വർക്കുള്ളവരും അങ്ങനെ അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ രാത്രിയാക്കാൻ വിചാരിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേന് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ കുറച്ച് ചോറും ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ കാട്ടി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ. ഞാനൊരു രേഷ്മയും കൂടിയാണ് വെച്ചത്. അപ്പോൾ എന്തായാലും സൂപ്പറായി. കണ്ണനും അമ്മയും ചേച്ചിയൊക്കെ അവിടെ നിന്നു കേട്ടോ. ഞാനും ലച്ചുവും ശ്രീലും ഏട്ടനും കൂടെ പോന്നു. കാരണം ലച്ചുവിന് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എക്സാമായി തുടങ്ങിയില്ലേ, അപ്പോൾ പിന്നെ റിവിഷൻ ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് പോന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്